We should take care of our clothes so that they look better and last longer. We should wash and iron them regularly. Clothes of different materials should be handled differently. Cotton cloths should be washed with soap and water. They should be squeezed, stretched, and dried properly and then ironed. We need Okay. a gentle. Okay, മോളെ ദേവപ്രിയ. We should take care of our clothes so that they look better and last longer. എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ ഡ്രസ്സിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അതുപോലെയാണ് അത് എന്ത് ചെയ്യുക, എത്ര കാലം ആ ഡ്രസ്സ് നിൽക്കുന്നു എന്നുള്ളത് അല്ലേ. നമ്മളത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നമ്മളൊരു നല്ല ഡ്രസ്സ് കൊണ്ടുപോയിട്ട് എന്താണ് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കല്ലിലിട്ട് അലക്കിയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഡ്രസ്സ് പെട്ടെന്ന് നശിച്ചു പോകും അല്ലെ. നമ്മൾ എത്രത്തോളം അതിനെ കെയർ ചെയ്യുന്നോ അത്രത്തോളം അത് ലാസ്റ്റ് ലോങ്ങർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് വി ഷുഡ് വാഷ് ആൻഡ് അയൺ ദം റെഗുലർലി. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഉപയോഗിച്ച ശേഷം ഡ്രസ്സ് നന്നായിട്ട് വാഷ് ചെയ്യും, അയൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യും വേണം. Then clothes of different materials should be handled differently. Different types of materials കൊണ്ടാണ് different clothes ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനെയും യോജിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രസ്സും കൂടെ കെയർ ചെയ്യേണ്ടത് അല്ലേ. ഓരോ മെറ്റീരിയൽസും ഡിഫറെന്റ് മെറ്റീരിയൽ ആണ്. കോട്ടൺ, സിൽക്ക്, നൈലോൺ, പോളിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ദെൻ കോട്ടൺ ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പോലെ തന്നെ കോട്ടൺ ഡ്രസ്സ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ പോളിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ നമ്മുടെ നൈലോണോ പോളിസ്റ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല മാക്സിമം എന്താണ് ചൂടിൽ കൊണ്ടുപോയിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നശിച്ചു പോകും അല്ലേ. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ ഡ്രസ്സിനും അതിന്റെ മെറ്റീരിയൽസ് അനുസരിച്ച് അതെങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ലാസ്റ്റ് ലോങ്ങർ ആയിട്ട് നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, cotton cloth should be washed and with soap and water. They should be squeezed, stretched and dried properly and then iron. എന്താ ചെയ്യുന്നത്, കോട്ടൺ ഡ്രസ്സുകൾ should be washed with soap and water. വെള്ളവും സോപ്പും ഉപയോഗിച്ചിട്ട് നമ്മളത് വാഷ് ചെയ്യണം. And they should be squeezed, stretched and dried properly and then iron. എന്ത് ചെയ്യണം, നന്നായി പിഴിഞ്ഞ് എന്ത് ചെയ്യാം, വലിച്ച് ഉണക്കി അയൺ ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. നന്നായിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, കോട്ടൺ ഡ്രസ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും, റിങ്കിൾ ആവും അല്ലെ. അതില് നന്നായിട്ട് ചുളിവുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളത് നന്നായി പിഴിഞ്ഞ് അതുപോലെ തന്നെ കുടഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ഉണക്കി എടുത്ത് അയൺ ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, ആഗ്നസ് സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ആഗ്നസ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? Okay. Agnes. We should take care. We should take care. എന്താണ് ആഗ്നസ്, എവിടെയാണ് ശ്രദ്ധിക്കുന്നത് മോളെ? സെക്കൻഡ് പോയിന്റ് വായിക്കാനല്ലേ പറഞ്ഞത്? ആഗ്നസ്, read the second point. Okay, ആദിദേവ് സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു മോനെ. എവിടെയാ ശ്രദ്ധിക്കുന്നത് ആഗ്നസ്? We need a gently soap to wash silk cloth. Adidev, we need a gentle soap to wash. Gentle soap ആണ്. Okay. Clothes. They can be dry cleaned too. Okay. We need a gentle soap to wash silk clothes. They can be dry cleaned too. എന്താണ്, സിൽക്ക് ഡ്രസ്സുകൾ നമ്മൾ നല്ല എന്താണ്, നല്ല ജെന്റിൽ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള സോപ്പ് കൊണ്ട് മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദെൻ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത്
കോട്ടൺ ഡ്രസ് വാഷ് ചെയ്യുന്ന പോലെയല്ല സിൽക്ക് ഡ്രസ് വാഷ് ചെയ്യേണ്ടത്. ദെൻ നന്നായിട്ട് സോപ്പ് വാഷ് ആണ്. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രൈ ക്ലീനും ചെയ്യാം എന്നാണ് പറയുന്നത്. സിൽക്ക് കോട്ടൺ മെറ്റീരിയലിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് സിൽക്ക് മെറ്റീരിയൽ കൊണ്ട് വാഷ് ചെയ്യും. സിൽക്ക് മെറ്റീരിയൽ വാഷ് ചെയ്യുന്ന മെത്തേഡ് അല്ലെ, ജെന്റിൽ സോപ്പ് വാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യാം എന്നാണ് പറയുന്നത്. എബിൻ, the next point ഒന്ന് വായിച്ചേ. Clothes should be dried in the sun to get rid of germs. Colored clothes should not be dried in direct sunlight as the color may fade. Okay. Clothes should be dried in the sun to get rid of germs. Colored clothes should not be dried in direct sunlight as the colors may fade. എന്താണ് പറയുന്നത്? ഡ്രസ്സുകളല്ലേ എപ്പോഴും നമ്മൾ പറയും സൺലൈറ്റിന് എന്താണ്, air is an ability to kill germs അല്ലെ, അണുക്കൾ നശിപ്പിക്കാനുള്ള ഒരു പവർ എവിടെയുണ്ട്, സൺലൈറ്റിൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യണം, ക്ലോത്ത് ഷുഡ് ബി ഡ്രൈഡ് ഇൻ ദ സൺ ടു ഗെറ്റ് റിഡ് ഓഫ് ജേംസ്. അണുക്കളുടെ പ്രസൻസ് നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം അല്ലെ. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലേ, നമ്മുടെ ഡ്രസ്സുകൾ വെയിലുണ്ടാകുമ്പോൾ നമ്മൾ വെയിലിൽ ഉണക്കി എടുക്കും അല്ലെ. ദെൻ അവിടെ ആ ഡ്രസ്സിൽ ഉണ്ടാകുന്ന ജേംസിന്റെ പ്രസൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് പറ്റും, സൺലൈറ്റിന് പറ്റും. ദെൻ കളേർഡ് ക്ലോത്ത് should not be dried in direct sunlight as the colors may fade. നന്നായിട്ട് നല്ല കളറുകളുള്ള വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നല്ല ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റിൽ ഇട്ടിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടി പാടില്ല. എന്ത് പറ്റും, കളർ ഫെയ്ഡ് ആയി പോകും അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടാവും. ചിലപ്പോ നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള ഡ്രസ്സുകൾ നമ്മൾ വെയിലത്ത് ഇടുകയാണെങ്കിൽ എന്ത് പറ്റും, നന്നായിട്ട് വെയിൽ കൊണ്ടാല് ഡ്രസ്സിന്റെ കളർ ഫെയ്ഡ് ആവും, നിറം മങ്ങിപ്പോവും. അതുകൊണ്ട് നന്നായിട്ടുള്ള കളർ ഡ്രസ്സുകളൊന്നും നമ്മൾ നല്ല വെയിലിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പാടില്ല. അതിന്റെ കളറ് ഫെയ്ഡ് ആവുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ എപ്പോഴും വെയിലത്തോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് എന്ത് പറ്റും, കളറ് മങ്ങി പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. നിങ്ങളുടെ നല്ല ഡ്രസ്സുകൾ ഏതെങ്കിലും സ്ഥിരമായി നമ്മൾ വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്ന ഡ്രസ്സുകൾക്ക് എന്തുണ്ടാവും, അതിന്റെ കളറ് നന്നായി ഫെയ്ഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ ഡ്രസ്സുകൾ എപ്പോഴും വെയിലത്തിട്ട് ഉണക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ജേംസിന്റെ ഒക്കെ പ്രസൻസിനെ ഇല്ലാതാക്കാൻ. ജേംസ് എന്താണ്, അണുക്കൾ അല്ലെ. അവിടെയുള്ള അണുക്കളെ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും, സൺലൈറ്റിന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ആ സമയത്ത് നല്ല കളറുള്ള നല്ല വസ്ത്രങ്ങളൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഡയറക്റ്റ് സൺലൈറ്റിൽ ഇട്ടിട്ട് ഉണക്കി എടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ കളർ ഫെയ്ഡ് ആകും എന്നാണ് പറയുന്നത്. സോറി ക്രിസ്റ്റി, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു പോണേ. ഏത് പോയിന്റ് ആണ് വായിക്കുന്നത് ക്രിസ്റ്റി? ഓക്കെ. The clothes should be A tear in the cloth should be mended immediately എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്, ഡ്രസ്സുകളിൽ ഉണ്ടാകുന്ന ചെറിയ ഡാമേജസ് അല്ലെ, ചെറുതായിട്ട് കീറുവോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും സ്ക്രാച്ച് വരുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി സഡൻലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി മെൻഡ് ഇറ്റ് അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യാം, ചെറിയ ഹോളോ അല്ലെങ്കിൽ ചെറിയ ഒരു കീറൽ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ചെറിയൊരു ഹോളാണുള്ളതെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാതിരുന്നാൽ, ആ ഹോൾ അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലല്ലേ അത് നമ്മൾ അതിന്റെ ഡാമേജ് ഒക്കെ ശരിയാക്കി കൊണ്ടുപോകാതിരുന്നാൽ എന്ത് പറ്റും, ചെറിയ ഹോള് വലുതാകും. അങ്ങനെ തന്നെ അവിടുന്ന് അത് കീറി വരാൻ തുടങ്ങും അല്ലെ, നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യാ, ചെറിയ ഹോളോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ടീയറൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട്
അതിന്റെ ഡാമേജ് ഒക്കെ ശരിയാക്കി എടുത്തിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുമില്ല മക്കളെ, നമ്മൾ ഓരോ ഡ്രസ്സുകളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. സിമ്പിൾ ആണത്. ദേവാഞ്ജന, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു മോളെ. ദേവാഞ്ജന ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഓക്കെ. A sick person's clothes should be disinfected with antiseptic solution. A sick person's clothes should be disinfected with antiseptic solution എന്നാണ് പറയുന്നത് അല്ലെ. അതായത് അസുഖം ഉള്ള ആൾക്കാരുടെ വസ്ത്രങ്ങൾ അല്ലെ, അസുഖങ്ങൾ എന്താണ് മിക്കപ്പോഴും സ്പ്രെഡ് ആവുന്നതാണ് അല്ലെ, പകർന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഒരു എന്തെങ്കിലും അസുഖമുള്ള ആളുകളുടെ ഡ്രസ്സ് എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്റ്റഡ് വിത്ത് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ. എപ്പോഴും അത് ആന്റിസെപ്റ്റിക് ഉപയോഗിച്ചിട്ട് അല്ലെ, അണുനാശിനി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്ഇൻഫെക്റ്റ് ആക്കി എടുക്കണം. അതിലുള്ള ഇൻഫെക്ഷൻ, അതിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ നമ്മളത് ഏതെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ അല്ലെ. എന്തൊക്കെയാണ് ആന്റിസെപ്റ്റിക് ലോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡെറ്റോളൊക്കെ എന്താണ്? ആന്റിസെപ്റ്റിക് ലോഷൻ ആണ് അല്ലെ. അതിലുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെറ്റോളൊക്കെ. സോ അസുഖം ഉള്ള ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുമ്പോൾ നന്നായിട്ട് ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അത് നന്നായിട്ട് ഉണക്കി എടുക്കുക. ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിക്കുക, അത് ഡിസ്ഇൻഫെക്റ്റ് ആക്കി എടുക്കുക. അതിലുള്ള അണുക്കളെ നശിപ്പിച്ചിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പൊ എന്താണ് കൊറോണ സീസൺ ആണ് അല്ലെ. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കോവിഡ് പോസിറ്റീവ് ആയ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ നമ്മൾ എന്താ ചെയ്യാം? കോവിഡ് പോസിറ്റീവ് എന്നല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. മിക്കപ്പോഴും എന്തെങ്കിലും പകർച്ചവ്യാധികളൊക്കെ ഉള്ള ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത് കഴുകുമ്പോൾ നമ്മൾ സാധാരണ പോലെയാണോ കഴുകാറ്? നിങ്ങൾ കഴുകാറില്ല അല്ലെ, അതുകൊണ്ട് അറിയില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ അമ്മമാരൊക്കെ കഴുകുമ്പോൾ സാധാരണ എല്ലാ ഡ്രസ്സും കഴുകുന്ന പോലെയല്ല കഴുകാറ് അല്ലെ. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡെറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷനോ ഒക്കെ ഉപയോഗിച്ച് ഹോട്ട് വാട്ടറിലൊക്കെ കഴുകി എടുക്കാറുണ്ട്. എന്തിനാണത്? അതിന് എന്തെങ്കിലും ഒക്കെ അണുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അസുഖമുള്ള ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ കഴുകുമ്പോൾ കുറച്ച് എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആക്കി എടുത്തിട്ട് കഴുകുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ a sick person's clothes should be disinfected with the antiseptic solution എന്ന് വെച്ചാൽ ഏതെങ്കിലും ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട്, ഡെറ്റോളോ അങ്ങനെയുള്ള ഏതെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ യൂസ് ചെയ്തിട്ട് അത് അതിന്റെ അണുക്കളൊക്കെ നശിപ്പിച്ചിട്ട് നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ അസുഖമുള്ള ആൾക്കാരുടേതായാലും ഇനിയിപ്പോ നമ്മുടെ തന്നെ ഡ്രസ്സുകളായാലും വാഷ് ചെയ്യുമ്പോഴൊക്കെ വീക്കിലി വൺസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ ഇട്ടിട്ട് അലക്കി എടുക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും നമ്മൾ പോവുകയും പല സമയത്തും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ആണല്ലേ, നമ്മൾ നന്നായി അലക്കി വെയിലത്തിട്ട് ഉണക്കുകയൊക്കെ ചെയ്യും. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, നല്ലതാണ് അതൊക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് അല്ല, നെക്സ്റ്റ് പോയിന്റ് വായിച്ചു മോളെ. അശ്വിനെ, Stains on the clothes should be washed immediately. Stains on the clothes should be washed immediately. എന്താണ്? ഡ്രസ്സുകളിൽ ഉണ്ടാവുന്ന കറകളൊക്കെ അല്ലെ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. അത് ഡ്രസ്സിൽ ഇരിക്കും തോറും എന്ത് ചെയ്യും? അതവിടെ കൂടുതലായിട്ട് പിടിക്കും അല്ലെ. ദെൻ നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ കറയാവുകയാണെങ്കിൽ, ചായ മറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇരിക്കട്ടെ, നമ്മൾ ചായ കുടിക്കുമ്പോൾ ചായ കുറച്ച് നമ്മുടെ ഡ്രസ്സിലേക്ക് വീണു, നമ്മളത് വൈകുന്നേരം അലക്കുമ്പോൾ കളയാമെന്ന് കരുതി വെക്കരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് കഴുകുക. വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കഴുകുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് അത് ഡ്രസ്സിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ എത്ര നേരം എക്സ്ട്രാ നമ്മുടെ ഡ്രസ്സിൽ അത് ഇരിക്കുന്നോ അത്രത്തോളം അത് അവിടെ സ്റ്റെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, കറയായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്റ്റെയിൻസ് ഒക്കെ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് വൃത്തിയാക്കണം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇന്ന് എന്തെങ്കിലും സ്റ്റെയിൻ നമ്മുടെ ഡ്രസ്സിൽ വീണാല് 2 ദിവസം കഴിഞ്ഞിട്ട് കഴുകാമെന്ന് കരുതി മാറ്റി വെക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കഴുകിയെടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സിനെ കെയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മൾ ഓരോ ഡ്രസ്സും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള സിമ്പിൾ കാര്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഓരോ ഡ്രസ്സുകളെയും നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്. അതായത് കോട്ടൺ ഡ്രസ്സ് കഴുകുന്ന പോലെയല്ല,
സിൽക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ അമ്മമാർക്ക് കുറച്ചുകൂടെ അറിയാം. നമ്മൾ എല്ലാ ഡ്രസ്സുകളും എന്താണ് ഒരുപോലെയാണോ വാഷ് ചെയ്യാറ്? അല്ല, കോട്ടൺ വാഷ് ചെയ്യുന്ന പോലെയല്ല സിൽക്ക് വാഷ് ചെയ്യാം. ഇത് നല്ല വില കൂടിയ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള നല്ല ഡ്രസ്സുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് മുക്കി അലക്കി എടുക്കാറുണ്ടോ? ആന്റിസെപ്റ്റിക് ലോഷൻ ആണോ എൽന? യെസ്, ഓക്കെ. നമ്മുടെ അല്ലക്കുട്ടി ഇത് അവർ ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, കണ്ടോ? അപ്പോ എന്താണ്, ഡ്രസ്സുകളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത് ഡിഫറെന്റ് മെത്തേഡിലാണ് എന്നാണ് പറയുന്നത്. എല്ലാ പോയിന്റും പറയുന്നത് സെയിം കാര്യം തന്നെയാണ്. കാരണം ഓരോ ഡ്രസ്സുകളും നമ്മൾ എങ്ങനെ വാഷ് ചെയ്യണം, എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അതായത് അസുഖമുള്ള ബെർണോളാണ് അല്ലേ മോളെ? ഓക്കെ. അസുഖമുള്ള ആൾക്കാരുടെ ഡ്രസ്സുകൾ നമ്മൾ എന്താണ് ആന്റിസെപ്റ്റിക് ലോഷൻ ഒക്കെ ഉപയോഗിച്ച് കഴുകണം. ഇത് അല്ലാത്തത് എന്താണ് സോപ്പ് വെള്ളത്തിൽ ഇട്ടെടുക്കുന്നത്, അങ്ങനെ കഴുകണം എന്നൊക്കെയാണ്. സിമ്പിൾ കാര്യമാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അശ്വിൻ നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ച അശ്വിൻ. ഞാൻ കരുതി ഇതാരാ നമ്മുടെ ക്ലാസ്സിൽ ഒരു അതുൽ എന്ന് പറഞ്ഞ ആളെന്ന്. ആദ്യം നോക്കിയപ്പോ അശ്വിന്റെ പേര് അതുൽ എന്നുണ്ട്, പക്ഷെ ഇതാരാ അതുൽ എന്ന്. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് അശ്വിൻ ആണെന്ന് മനസ്സിലായത്. Insect like silverfish and moths can damage silk and woolen cloth. Such cloths should be cleaned and kept in the sun for sufficient time before being packed napalm balls or dry needle can be put in the folds of woolen cloth to protect them from moth. എന്താണ് പറയുന്നത്? ഇൻസെക്ട്സ് ലൈക്ക് സിൽവർ ഫിഷ് ആൻഡ് മോത്സ് can damage silk and woolen clothes. Such cloth should be dry cleaned and kept in the sun for sufficient time before being packed. Naphthalene bolts or dry needles can be put in the folds of woolen clothes to protect them from moths. എന്താണ് ഇൻസെക്ട്സ് ലൈക്ക്? ഇൻസെക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇൻസെക്റ്റുകൾ പലപ്പോഴും നമ്മുടെ ഡ്രസ്സുകൾ എന്ത് ചെയ്യും? അഴുക്കാക്കി മാറ്റാറുണ്ട് അല്ലെ? ചിലപ്പോൾ നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്യാതെ നമ്മൾ ഷെൽഫിൽ തന്നെ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ചിലപ്പോൾ 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ വെയർ ചെയ്യുന്ന ഡ്രസ്സുകളായിരിക്കാം ചിലപ്പോഴല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വൂളൻ ക്ലോത്ത്സ് തന്നെ പറയാം. വൂളൻ ക്ലോത്ത്സ് എന്താണ്? നമ്മൾ മഞ്ഞ് കാലത്താണ് യൂസ് ചെയ്യാറ് അല്ലെ? നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. കമ്പിളി വസ്ത്രങ്ങളാണ് വൂളൻ ക്ലോത്ത്സ് എന്ന് വെച്ചാൽ. അപ്പൊ നമ്മളത് ഇപ്പൊ മഞ്ഞ് സീസൺ ആണ് അല്ലെ? ഈ സീസണിൽ നമ്മളത് എടുത്ത് യൂസ് ചെയ്ത ശേഷം മടക്കി ഷെൽഫിൽ എവിടെയെങ്കിലും വെക്കും അല്ലെ? നെക്സ്റ്റ് വിന്റർ സീസണിൽ മാത്രമാണ് നമ്മൾ പിന്നെ അത് പുറത്തെടുക്കുക അല്ലെ? നല്ല ചൂടുള്ള സമയത്ത് എപ്പോഴും നമ്മൾ ഈ വൂളൻ ക്ലോത്ത്സ് എടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എവിടെയെങ്കിലും നന്നായിട്ട് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല തണുപ്പ് വരുമ്പോഴൊക്കെയാണ് വൂളൻ ക്ലോത്ത്സ് നമ്മൾ ഷെൽഫിൽ മടക്കി വെച്ചെടുക്കുന്നത് നമ്മൾ പുറത്തെടുക്കുക. ചിലപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ ഹോളുകളോ അല്ലെങ്കിൽ കുറെ നാൾ എടുക്കാതെ വെച്ച ഡ്രസ്സുകളിൽ ഹോളുകളോ അഴുക്കുകളോ കറകളോ ഒക്കെ പോലെ കാണാം. അതെന്താണ്? ഇൻസെക്റ്റുകൾ ചെയ്യുന്ന പണിയാണ് അല്ലെ? നമ്മൾ വിചാരിക്കും എന്താണിത്, നമ്മൾ നല്ല നീറ്റായിട്ട് മടക്കി വെച്ചതാണല്ലോ, നമ്മൾ നന്നായി അലക്കി വൃത്തിയാക്കി വെച്ചതാണല്ലോ, ഇത് എന്താണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതെന്താണ്? ഏതെങ്കിലും ഇൻസെക്റ്റുകൾ. സിൽവർ ഫിഷും മോത്തൊക്കെ പോലെയുള്ള ദാറ്റ് ഇൻസെക്ട്. സിൽവർ ഫിഷും മോത്തും എന്താണ്? ഇൻസെക്റ്റുകളാണ്. ചെറിയ, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഇൻസെക്റ്റുകളെയാണ് എന്താണ്? ചെറിയ സ്മോൾ ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? സാധാരണയായിട്ട് ഇൻസെക്ട് എന്ന് പറയാം. എന്താണ് ഇൻസെക്ടിന്റെ സ്പെഷ്യാലിറ്റി? എന്തൊക്കെയാണ്? എന്താണ് ഇൻസെക്റ്റുകളുടെ സ്പെഷ്യാലിറ്റി അറിയോ? അവർക്ക് എന്താണ് 6 കാലുകൾ ഉണ്ടാവും അല്ലെ? ഇൻസെക്ടിന്. സ്മോൾ ആനിമൽസിനെയാണ് ഇൻസെക്ട് എന്ന് പറയാം. 6 കാലുകളൊക്കെ ഉണ്ടാവും. ചെറിയ ജീവികളായിരിക്കും അവർ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻസെക്റ്റുകൾ, നമ്മുടെ ഈ കോക്രോച്ചും ബീയും ഇതൊക്കെ എന്താണ്? നമ്മുടെ സിൽവർ ഫിഷ്, മോത്ത്, കോക്രോച്ച്, ബീ, മോസ്കിറ്റോ, ഫ്ലൈ ഇതൊക്കെ ഇൻസെക്റ്റ് ആണ്. ആൻഡ് ഇതൊക്കെ എന്താണ്? ഇൻസെക്റ്റുകളാണ്. അപ്പൊ
ഇങ്ങനെയുള്ള ഇൻസെക്റ്റുകൾ നമ്മുടെ ഡ്രസ്സുകൾ എന്ത് ചെയ്യും, നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സിൽക്ക് ഡ്രസ്സിലൊക്കെയാണ് പെട്ടെന്ന് ഈ ഇൻസെക്റ്റുകൾ എന്തെങ്കിലും ചെയ്തു വെക്കാറ്. കാരണം സിൽക്കൊക്കെ എന്താണ് വളരെ അത്ര നമ്മുടെ കോട്ടൺ ക്ലോത്ത്സ് പോലെ നല്ല കട്ടിയുള്ള ക്ലോത്ത്സ് അല്ല സിൽക്ക്. അപ്പൊ സിൽക്കിലൊക്കെ എന്താണ് പെട്ടെന്ന് ഹോൾസ് ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻസെക്റ്റുകളൊക്കെയാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ മടക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളിൽ ഈ ഇൻസെക്റ്റുകൾ കയറി ഇരുന്നിട്ട് നമ്മുടെ ഡ്രസ്സ് അവര് നശിപ്പിച്ചു കളയും. സോ അങ്ങനെയുള്ള സിൽവർ ഫിഷും മോത്തും ഒക്കെ പോലെയുള്ള ഇൻസെക്റ്റുകൾ നമ്മുടെ ഡ്രസ്സുകൾ, നമ്മുടെ സിൽക്ക് ആൻഡ് വൂളൻ ഡ്രസ്സുകൾ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. Then such clothes should be dry cleaned and kept in the sun for sufficient time before being packed. എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമുക്ക് ചിലപ്പോൾ വൂളൻ ക്ലോത്ത്സുകളുടെ കാര്യം പറയാം. ചിലപ്പോൾ നമ്മൾ മഞ്ഞുകാലത്തൊക്കെ വൂളൻ ക്ലോത്ത്സ് വെയർ ചെയ്യും. ദെൻ എന്നിട്ട് അത് നമ്മൾ ചിലപ്പോൾ നല്ല തണുപ്പുള്ള കുറച്ച് സമയം മാത്രമായിരിക്കും നമ്മൾ ഈ വൂളൻ ക്ലോത്ത്സ് ഇടുക. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നല്ല കമ്പിളി വസ്ത്രമൊക്കെ രാവിലെ നല്ല തണുപ്പിന് നമ്മളത് യൂസ് ചെയ്തു. ദെൻ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഊരിയിട്ട് അതുപോലെ മടക്കി വെക്കും അല്ലെ. ഡെയിലി വൂളൻ ക്ലോത്ത്സ് നമ്മൾ അലക്കി എടുക്കാറുണ്ടോ? ഇല്ല, മിക്കവാറും പേരും ചെയ്യാറില്ല അല്ലെ. എല്ലാ ദിവസവും ഇതെന്താണ്, അലക്കി കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാണ്. അപ്പൊ രാവിലെ നമ്മൾ വേറെ ഏതെങ്കിലും ഒക്കെ ഡ്രസ്സിന്റെ പുറത്താണ് ഈ വൂളൻ ഡ്രസ്സ് ഇടാറ് അല്ലെ. നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ. കമ്പിളി വസ്ത്രം അറിയില്ലേ, നല്ല പഞ്ഞി പോലെയുള്ള വസ്ത്രങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക്? ചൂടൻ കുപ്പായം എന്ന് നമ്മൾ പറയും ഇല്ലേ. അങ്ങനെയുള്ള സാധനം എന്ത് ചെയ്യും, നമ്മള് രാവിലെ തണുപ്പിന് എടുത്തിടും. ദെൻ കുറച്ച് വെയിൽ വരുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് വീണ്ടും മടക്കി ഷെൽഫിൽ തന്നെ കയറ്റി വെക്കും അല്ലെ. ദെൻ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വൂളൻ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ വെയർ ചെയ്താല് അത് എന്ത് ചെയ്യാ, സഫിഷ്യന്റ് ടൈമില് സൺലൈറ്റിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. സൺലൈറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, കിൽ ജേംസ്, അണുക്കളെ നശിപ്പിക്കും അല്ലെ. അപ്പൊ ഈ വൂളൻ ക്ലോത്ത്സ് ഒക്കെ മടക്കി വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നന്നായിട്ട് സഫിഷ്യന്റ് ആയിട്ടുള്ള ടൈമിൽ അത് എന്ത് ചെയ്യാ, വെയിലിട്ടിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ എന്നിട്ട് എന്ത് ചെയ്യാം, നാഫ്തലൈൻ ബോൾസ് ഓർ ഡ്രൈ നീം ലീവ്സ്. നാഫ്തലൈൻ ബോൾസോ, നല്ല സ്മെല്ലുള്ള നല്ല മണമുള്ള നാഫ്തലൈൻ ബോൾസോ അല്ലെങ്കിൽ ഡ്രൈ നീം ലീവ്സോ, എന്താണ് വേപ്പില അല്ലെ, ഉണങ്ങിയ വേപ്പിന്റെ ഇലയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്, ഈ ഡ്രസ്സുകൾ മടക്കി വെക്കുമ്പോൾ അതിന്റെ മടക്കിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് മടക്കി ഷെൽഫിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻസെക്റ്റുകൾ അതിൽ കയറിയിട്ട് ഇരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇൻസെക്റ്റുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നാഫ്തലൈൻ ബോൾസോ അല്ലെങ്കിൽ നീം ലീവ്സോ, ഇതിനൊക്കെ എന്താണ് ഒരു സ്മെല്ല് ഉണ്ട് അല്ലെ, നീം ലീവ്സോ ഒക്കെ അതിൽ മടക്കി വെക്കുക എന്നാണ് പറയുന്നത്. മുമ്പൊക്കെ ചില ആൾക്കാർ എന്താണ് നമ്മുടെ ഈ നല്ല മണമുള്ള സോപ്പുകളോ അല്ലെങ്കിൽ സ്പ്രേയോ അത്തറോ ഒക്കെ കൊണ്ടുവന്നാല് എന്താണ് അതിന്റെ കവറിനും നല്ല മണമായിരിക്കും അല്ലെ. നമുക്കറിയാം നല്ല മണമുള്ള സോപ്പിന്റെ കവറോ അല്ലെങ്കിൽ നമ്മുടെ അത്തറിന്റെയോ സ്പ്രേന്റെയോ ഒക്കെ കവർ ഉണ്ടല്ലോ, കാർഡ്ബോർഡിന്റെ, അതിന്റെ ആ കവർ എന്താണ് നല്ല സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് കീറി എടുത്തിട്ട് ഡ്രസ്സിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് മടക്കി വെക്കാറുണ്ട്. കാരണം ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ പിന്നെ എന്താണ് നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ ചന്ദൻതിരി ഒക്കെ ഉണ്ടല്ലോ, ചന്ദൻതിരി അറിയാലോ നിങ്ങൾക്ക്. ഈ ചന്ദൻതിരിയുടെ ഒക്കെ കവറുകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിന്റെ കവറിനും അതിന്റെ അതേ സ്മെല്ല് ഉണ്ടാവും. കാരണം ഇത് കവർ ചെയ്ത് കുറെ നാൾ ഇങ്ങനെ വെക്കുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ കവറുകൾക്കും നല്ല സ്മെല്ല് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കവർ എടുത്തിട്ട് നമ്മുടെ ഈ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, ഡ്രസ്സ് മടക്കി വെക്കുന്നതിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എടുക്കുമ്പോൾ നല്ല സ്മെല്ല് ഉണ്ടാവും. നമ്മുടെ ഡ്രസ്സിനും അതിന്റെ സ്മെല്ലൊക്കെ നമ്മുടെ ഡ്രസ്സിന് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, നല്ല ഡ്രസ്സിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ നാഫ്തലൈൻ ബോൾസോ നീം ലീവ്സോ ഒക്കെ വെക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് എന്താവില്ല, ഇൻസെക്ട്സ് കയറി വരില്ല. ഇൻസെക്ട്സ് വന്നിട്ട് നമ്മുടെ ഡ്രസ്സുകൾ നശിപ്പിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ്സുകൾ കെയർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡ്രസ്സുകൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഒരു ഫീൽഡ് ആയിരിക്കും അല്ലെ. ചിലപ്പോൾ നിങ്ങൾ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നു, ദെൻ അമ്മയാണ് ഇതൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കുന്നത് അല്ലെ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇതിനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നുമില്ല, ഡ്രസ്സുകൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്? നോ, സിമ്പിൾ പോയിന്റ് ആണ്.
എല്ലാ ഡ്രസ്സുകളും ഒരുപോലെ അല്ല വാഷ് ചെയ്യേണ്ടത്. അസുഖമുള്ള ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നല്ല കളറുള്ള ഡ്രസ്സുകൾ ഒരുപാട് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി പാടില്ല, അതിന്റെ കളർ ഫെയ്ഡ് ആയി പോകും എന്നുള്ളത്. മിസ്സിന് അത് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അതുപോലെ മനസ്സിലാവില്ല. കാരണം നമ്മൾ എന്താണ് എപ്പോഴും ഡ്രസ്സ് അലക്കുകയും ഉണക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് കളറുള്ള ഡ്രസ്സുകൾ വെയിലത്തിടാൻ പാടില്ല, കോട്ടൺ ചെയ്യുന്നത് പോലെ സിൽക്ക് അലക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. നിങ്ങളുടെ അമ്മമാർക്കും ഇത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം. കാരണം അവരത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് അല്ലേ. അവരിപ്പോ ഈ സയൻസ് ടെക്സ്റ്റിൽ ഇത് പഠിച്ചിട്ടാണോ അവർക്ക് അറിയുന്നത്? അല്ലല്ലോ, അവർക്കത് അറിയാം. എല്ലാ ദിവസവും അവരത് ചെയ്യുന്നത് കൊണ്ട് അവർക്കത് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ നിങ്ങൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലാകാൻ പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് മിസ്സിന് അറിയില്ല, പറഞ്ഞേ ഉള്ളൂ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുമില്ല, ഡ്രസ്സ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ പോർഷൻ ഒരു 2-3 തവണ ഇന്ന് വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം ഡിഫറെന്റ് ക്ലോത്ത്സ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്ന സിമ്പിൾ പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഏതെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ, കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന വേർഡ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ എന്താണ് റിങ്കിൾ ഫ്രീ, സിന്തറ്റിക്, അങ്ങനെ കുറച്ച് അങ്ങനത്തെ ബ്ലിസ്റ്റേഴ്സ്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത ചില വേർഡ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൽ പറയുന്ന ഒരേ ഒരു ഇമ്പോർട്ടന്റ് എന്നല്ല, ഒരേ ഒരു കാര്യം നാഷണൽ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഓരോ നേഷനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നാഷണൽ ഡ്രസ്സിൽ പറയുന്നത്. ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. മഞ്ഞുകാലത്ത് എന്താണ് വൂളൻ ഡ്രസ്സാണ് ഇടുക, ചൂട് കാലത്ത് കോട്ടൺ ഡ്രസ്സാണ് ഇടുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നാഷണൽ ഡ്രസ്സിന്റെ കാര്യമാണ് പുറമേ നിന്നുള്ള ഒരു കാര്യം പറയുന്നത്. എല്ലാ സ്ഥലത്തും എന്താണ് ഓരോ നേഷനും ഓരോരോ ഡ്രസ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം. അതായത് ജാപ്പനീസ് ലേഡീന്റെ ആണല്ലോ കിമോണ അല്ലെ, കിമോണയെ കുറിച്ച് പറയുന്നു. കിമോണോ ആൻഡ് നമ്മുടെ സോൾജിയേഴ്സിന്റെ ഡ്രസ്സുകൾ. ദെൻ നമ്മുടെ നാഷണൽ ഡ്രസ്സ് സാരിയാണ്. ഇതൊക്കെയാണ് സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്ക് തരണമല്ലോ. ഇതിന്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം അല്ലെ. ദെൻ അതിനു മുമ്പ് ലെറ്റസ്റ്റ് റിവൈസ് എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് നോക്കാം. Clothes protect us from heat, cold, rain and wind അല്ലെ. എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ ഡ്രസ്സുകൾ നമ്മളെ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മഴ, മഞ്ഞ്, തണുപ്പ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിനെയാണ് എന്നാണ് പറയുന്നത്. Then we wear clothes according to the weather condition of the place we live in. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള കാലാവസ്ഥേനനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സുകൾ വെയർ ചെയ്യാറ് അല്ലെ. നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാറുണ്ടോ? ഇല്ല. നല്ല തണുപ്പുള്ള സമയത്തൊക്കെയാണ് നമ്മൾ വൂളൻ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്പെഷ്യൽ ക്ലോത്ത്സ് ആർ വോൺ ബൈ സം പീപ്പിൾ ഫോർ ദെയർ വർക്ക്. ചില ആൾക്കാർക്ക് അവരുടെ ജോലിക്ക് വേണ്ടി എന്ത് വേണം? പ്രത്യേക വസ്ത്രങ്ങൾ വേണം. നമ്മൾ പറഞ്ഞല്ലേ, ഡോക്ടേഴ്സ്, പോലീസ്, സോൾജിയേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് അവരുടെ ജോലിക്ക് അനുസരിച്ച് അവരുടെ ഡ്രസ്സുകളും ചേഞ്ച് ആവും. ദെൻ വി ഷുഡ് ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് അവർ ക്ലോത്ത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ ഡ്രസ്സുകൾക്ക് നല്ല കെയർ കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം. ദെൻ ഫൺ ടു ലേൺ ആണ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എന്താണ്? ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതുക. ഹോംവർക്ക് ആണ്, ശ്രദ്ധിക്കണേ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നോക്കുക. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിനൊക്കെ എന്ത് ചെയ്യാം? 2 എക്സാമ്പിൾസ് കൊടുക്കാം. അതായത് നാച്ചുറൽ ഫാബ്രിക്സ്. മനസ്സിലായോ? ഏതൊക്കെയാണ് നാച്ചുറൽ ഫാബ്രിക്സ്? അതിനാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഒരു 3-4 തവണ വായിച്ചാൽ എന്ത് ചെയ്യാം? ഇതിനൊക്കെ എക്സാമ്പിൾ ഇതിൽ തന്നെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നാച്ചുറൽ ഫാബ്രിക്സ് എന്തൊക്കെയാണ്? സിന്തറ്റിക് ഫാബ്രിക്സ്, സിന്തറ്റിക് ഫൈബേഴ്സ് ഏതൊക്കെയാണ്? നാഷണൽ ഡ്രസ്സ് ഏതൊക്കെയാണ്? നാഷണൽ ഡ്രസ്സുകൾ, നമ്മുടെ നാഷണൽ ഡ്രസ്സ് ചെയ്ത വേറെ ഏതെങ്കിലും നമ്മുടെ ഇതിൽ പഠിച്ച
ജപ്പാന്റെ നാഷണൽ ഡ്രസ് കിമോണോ അത് എഴുതാം. നിങ്ങൾ എവിടെന്നെങ്കിലും സെർച്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു നേഷന്റെ ഡ്രസ്സ് ഏതാണ് എന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരു 2 or 3 നേഷന്റെ 2 എണ്ണം എഴുതാനുള്ള സ്പേസേ അവിടെയുള്ളൂ. 2 നേഷന്റെ നാഷണൽ ഡ്രസ് ഏതാണ് എന്നുള്ളത് എഴുതാം. ദെൻ ഇൻസെക്ട് ദാറ്റ് അറ്റാക്ക് ക്ലോത്ത്സ്. ഏതൊക്കെ ഇൻസെക്റ്റുകളാണ് നമ്മുടെ ഡ്രസ്സുകളെ അറ്റാക്ക് ചെയ്യുന്നത്? ലാസ്റ്റ് പഠിച്ച കാര്യത്തിൽ കെയർ ആൻഡ് സ്റ്റോറേജ് ഓഫ് ക്ലോത്ത്സിൽ അതുണ്ട്. നമ്മുടെ ഡ്രസ്സുകളെ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ചില സാധനങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഷെൽഫിൽ മടക്കി വെച്ച ഡ്രസ്സുകളെ എന്ത് ചെയ്യാറുണ്ട്? നശിപ്പിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതാണ്. സോ പോർഷൻ നന്നായി വായിച്ചു നോക്കിയിട്ട് അതിന്റെ ആൻസർ എഴുതാം. ദെൻ തിങ്സ് യൂസ് ടു പ്രൊട്ടക്ട് വൂളൻ ക്ലോത്ത് ഫ്രം ഇൻസെക്ട്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്. നമ്മുടെ ക്ലാസ് കഴിയും ഇപ്പോ, ചിലപ്പോൾ കട്ടാവും. ദെൻ ഗീവ് റീസൺ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. മിസ് ചെയ്തു തരാം. ദെൻ അറ്റൻഡ് ദീസ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് ഞാൻ മുമ്പേ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ? മുൻപേ നമ്മുടെ കഴിഞ്ഞ പോർഷന്റെ അറ്റൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ബിയോണ്ട് ദ ടെക്സ്റ്റ്, അതായത് നമ്മുടെ കഴിഞ്ഞ പോർഷൻ വൈ ഷുഡ് യു നോട്ട് റൺ വെൻ യുവർ ക്ലോത്ത്സ് ആർ ഓൺ ഫയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, ലിസൺ. ഈ പോർഷൻ എന്ത് ചെയ്യുക? അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ആൻഡ് ഗിവ് റീസൺ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തരാം. പിന്നെയുള്ളത് ടെക്സ്റ്റിന് പുറമേ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻ എന്ന്